അതിവേഗ റെയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും കേരളത്തിന് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്കമാലി ശബരി റെയിൽപാതയിൽ ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയെന്നാണ് അശ്വിനി വൈഷ്ണവ് പറയുന്നത്. ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്യും. തിരുനാവായ ഗുരുവായൂർ പാതയിലെ തുടർ നടപടികളും മന്ത്രി വിശദീകരിച്ചു. നോബിൾ മാരിക്കാരനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. നോബിൾ, ബജറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ റെയിൽവേ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കരുതി. അതിലും അതിവേഗ റെയിലില്ല. വാർത്താ സമ്മേളനത്തിലും അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നതാണ്. മറ്റെന്തൊക്കെയാണ് കേരളത്തിനായി മാറ്റിവെക്കുന്നത്? തമിഴ്നാടിന് വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എന്തായാലും, അല്ലേ? വിനീത, കേരളത്തിന്റെ അതിവേഗ റെയിൽ എന്ന ആവശ്യത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വാർത്താ സമ്മേളനത്തിലും ഒരു പച്ചക്കൊടി ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അശ്വിനി വൈഷ്ണവ് പ്രതികരിക്കുകയും ചെയ്തത്. മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ എടുത്തു പറയുന്നത് കേരളത്തിന് ഇത്തവണ റെക്കോർഡ് തുകയാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാണ്. 3795 കോടി രൂപയാണ് ഇപ്പോൾ കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. ഇത് കോൺഗ്രസ് കാലത്തേക്കാൾ 10 ഇരട്ടി അധികമാണ് എന്നുകൂടി ഇതിൽ റെയിൽവേ മന്ത്രി പറഞ്ഞു വെക്കുകയാണ്. പ്രധാനപ്പെട്ട ചില പാതകളുടെ പേരുകൾ അദ്ദേഹം എടുത്തു പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മംഗളൂരു ഷൊർണൂർ 3-ാം പാതയുടെ DPR തയ്യാറായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഷൊർണൂർ എറണാകുളം 3-ാം പാത സർവേ പൂർത്തിയായിട്ടുണ്ട്. അങ്കമാലി ശബരി പാത കേരളത്തിലെ സ്വപ്ന പദ്ധതിയാണ്. ഇതിൽ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി മന്ത്രി വ്യക്തമാക്കിയാണ്. സംസ്ഥാന സർക്കാരിന്മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയതിന് പിന്നാലെയാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചതടക്കമുള്ള കാര്യങ്ങളും ഇതിൽ റെയിൽവേ മന്ത്രി വ്യക്തമാക്കുന്നു. മറ്റൊന്ന് തിരുനാവായ ഗുരുവായൂർ പുതിയ പാതയുടെ ഭൂമി ഏറ്റെടുക്കണം എന്ന ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിൽ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കും എന്നും ഇപ്പോൾ റെയിൽവേ മന്ത്രി വ്യക്തമാക്കുകയാണ്. എന്താണെങ്കിലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പദ്ധതികളുടെ വികസനം, അതോടൊപ്പം തന്നെ മറ്റു ചില പദ്ധതികളുടെ കൂട്ടിച്ചേർക്കൽ എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് വലിയ പദ്ധതികളൊന്നും കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പ്രധാനപ്പെട്ടതാണ്. മൊത്തത്തിലായി പറയുമ്പോൾ 3795 കോടി രൂപ ഇത്തവണ കേരളത്തിന് റെയിൽവേ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് റെയിൽവേ മന്ത്രി വ്യക്തമാക്കുന്നത്. അതായത് ഇത്തരത്തിൽ നേരത്തെ ശ്രീധരൻ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഈ അതിവേഗ റെയിൽപാത എന്താണെങ്കിലും ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സ്വാഭാവികമായും എല്ലാ തവണയും ഈ കേന്ദ്ര ബജറ്റ് കഴിയുമ്പോൾ റെയിൽവേ അലോക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലെയും മാധ്യമപ്രവർത്തകരെ പ്രത്യേകമായി റെയിൽവേ മന്ത്രി കാണുന്ന ഒരു പതിവുണ്ട്. ആ പതിവാണ് ഇന്നിപ്പോൾ നടന്നത്. അതിനും എന്താണെങ്കിലും അതിവേഗ പാതയില്ല, മറിച്ച് ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകും എന്നാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതായത് അതിവേഗ പാത അടക്കമുള്ള മറ്റു വലിയ പദ്ധതികൾക്ക് ഇനിയും കേരളം കാത്തിരിക്കേണ്ടി വരും. വിനീത, ശരി. ഏതായാലും ഇപ്പോൾ വന്നിട്ടുള്ള വാർത്താ സമ്മേളനത്തിലും ഏതായാലും അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ്. ഇനിയും കാത്തിരിക്കേണ്ടി വരും. റെയിൽവേ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. നോബൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത്. ബജറ്റിൽ തന്നെ തമിഴ്നാടിന് 2 അതിവേഗ ഇടനാഴികളിൽ 2 സർവീസുകൾ ലഭിച്ചിരുന്നു. അപ്പോഴും കേരളത്തിന് അതിവേഗ റെയിൽ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിനും തമിഴ്നാടിനെ കുറിച്ച് പറയുന്നതും തമിഴ്നാടിനെ കുറിച്ച് പുകഴ്ത്തുന്നതുമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടല്ല ഈ പ്രഖ്യാപനങ്ങളൊന്നും എന്ന് കരുതുക വയ്യ. കേരളത്തിനില്ല എന്നതാണ്. തീർച്ചയായും കേരളത്തിന് അവഗണന എന്ന് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കാരണം തമിഴ്നാടിന് വേണ്ടി 2 പാതകളുടെ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടും വലിയ പദ്ധതികൾ ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ട്. അതായെങ്കിലും അത്തരത്തിൽ ഉള്ള പദ്ധതികൾ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തോട് വലിയ അവഗണന കാണിക്കുകയാണ് ചെയ്തത്. നമുക്കിപ്പോൾ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് PR സുനിൽ ചേരുന്നുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട ഒരു നീക്കം അവിടെ ഉണ്ടായത്? നോബൽ, എന്തായാലും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ശ്രീധരൻ കേരളത്തിൽ അതിവേഗ റെയിൽപാതയുടെ DPR തയ്യാറാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിനായി ഓഫീസ് തുറന്നിരിക്കുന്നു. ഇക്കാര്യങ്ങൾ റെയിൽവേ മന്ത്രാലയത്തിന് അറിയാമോ? റെയിൽവേ മന്ത്രാലയം ഇതിനുള്ള അനുമതി നൽകിയിട്ടുണ്ടോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രി പ്രതികരിച്ചത് ശ്രീധരൻ നേരത്തെ തന്നെ വന്ന് കണ്ടിരുന്നു. കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയും കോഴിക്കോട് മുതൽ എറണാകുളം വരെയും എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള റെയിൽവേ പദ്ധതിയെക്കുറിച്ച് ശ്രീധരന് നല്ല ബോധ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ശ്രീധരന് നല്ല അറിവുണ്ട്. അത് അംഗീകരിക്കുന്നു. ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്തുണ എന്ന് മാത്രമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പ്രതികരിച്ചത്. അതേസമയം കേരളത്തിൽ ഇങ്ങനെ ഒരു അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതി അറിയാമെന്നോ അതിനെന്തെങ്കിലും അനുമതി നൽകിയിട്ടുണ്ടോ എന്നൊന്നും റെയിൽവേ മന്ത്രി പറഞ്ഞില്ല. PR സുനിൽ, ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ മറുപടിയൊന്നും നൽകാനും തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. പലതിലും തെലങ്കാനയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ളവർക്ക് ചോദ്യം ചോദിക്കാനുണ്ടോ എന്നതായിരുന്നു ഏറ്റവും ഒടുവിലും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്.
വിനീത, തീർച്ചയായും ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതായത് കേരളത്തിന് അതിവേഗ റെയിൽപാതയുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു റെയിൽവേ മന്ത്രിയോട്. പക്ഷേ അതിനോട് ഉത്തരം പറയാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർക്ക് എന്താണ് ചോദിക്കാനുള്ളത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സംസ്ഥാനങ്ങളുടെ ചോദ്യങ്ങൾ പൂർത്തിയായപ്പോൾ വീണ്ടും കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ നമ്മളടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി റെയിൽവേ മന്ത്രി എഴുന്നേറ്റ് പോവുകയായിരുന്നു. അതായത് ഇ ശ്രീധരൻ ഇപ്പോൾ കേരളത്തിൽ നടത്തുന്ന സെമി ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഔദ്യോഗികമായ പ്രതികരണം നടത്താൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഈ ഒരു പ്രകടനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇ ശ്രീധരന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇങ്ങനെയൊരു പദ്ധതിയുടെ DPR തയ്യാറാക്കാനുള്ള നിർദ്ദേശം നൽകിയോ എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണവും കേന്ദ്ര റെയിൽവേ മന്ത്രി നൽകിയിട്ടില്ല. ഏതായാലും കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ബോധപൂർവം അദ്ദേഹം ഇത് മറച്ചുവെക്കുന്ന ഒരു നീക്കം അദ്ദേഹത്തിന്റെ സമീപനത്തിൽ നിന്ന് പ്രകടമാണ്. ഏതായാലും റെയിൽവേ മന്ത്രി ഈ ചോദ്യത്തോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യത്തിന് മാത്രമാണ് മറുപടി നൽകിയത്. ആ ചോദ്യം നമ്മളാണ് ചോദിച്ചത്. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇ ശ്രീധരൻ കേരളത്തിൽ അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട ഒരു DPR തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതിനുവേണ്ടി അവിടെ ഒരു ഓഫീസ് തുറന്നിരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റെയിൽവേ മന്ത്രാലയത്തിന് അറിയാമോ? ഇത് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതിയോടെയാണോ ഇങ്ങനെയൊരു നീക്കം ഇ ശ്രീധരൻ നടത്തുന്നത്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. എന്നാൽ ഇ ശ്രീധരൻ തന്നെ വന്ന് കണ്ടുവെന്നും കേരളത്തിലെ റെയിൽവേ പാളങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ റെയിൽവേ മേഖലയെ സംബന്ധിച്ചും കൃത്യമായി വിവരങ്ങൾ ഉള്ള ആളാണ് ഇ ശ്രീധരൻ എന്നും ഇ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ, ഇത് മാത്രമായിരുന്നു റെയിൽവേ മന്ത്രിയുടെ മറുപടി. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി മറുപടി നൽകിയില്ല. ഇതിനർത്ഥം ഇ ശ്രീധരൻ നടത്തുന്ന നീക്കങ്ങൾ ഇ ശ്രീധരന്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം. അതല്ല എങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇതിൽ എന്തൊക്കെയോ മറച്ചുവെക്കുന്നു, ഇ ശ്രീധരനും എന്തൊക്കെയോ മറച്ചുവെക്കുന്നു. ഇ ശ്രീധരൻ അവകാശപ്പെടുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ അനുമതി ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സെമി ഹൈസ്പീഡ് റെയിൽ പ്രോജക്റ്റുമായി താൻ മുന്നോട്ട് പോകുന്നത്. തന്റെ പദ്ധതി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അംഗീകരിച്ചിട്ടുണ്ട്. അത് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ തന്നെയാണ് താൻ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് എന്നാണ് ഇ ശ്രീധരൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതിന്റെ തുടർച്ചയിലാണ് ഇന്ന് പൊന്നാനിയിൽ ഇ ശ്രീധരൻ ഈ DPR തയ്യാറാക്കാനുള്ള ഒരു ഓഫീസ് തുറക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണത്തിനോ ഔദ്യോഗിക നിലപാട് അറിയിക്കാനോ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് തയ്യാറായില്ല. ഈ വിഷയത്തിൽ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും പിന്നീട് എഴുന്നേറ്റ് പോവുകയുമാണ് ചെയ്തത്. വിനീത, സുനിൽ, അതായത് ഇപ്പോഴും അത് ശൂന്യതയിൽ തന്നെ നിൽക്കുന്നു ആ പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താമല്ലേ? വിനീത, തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു കള്ളക്കളി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്നുകിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിന് ഇക്കാര്യം തുറന്നു പറയാവുന്നതാണ്. ഇ ശ്രീധരൻ ഇങ്ങനെയൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നു, ആ പദ്ധതിയുടെ DPR തയ്യാറാക്കാൻ ഇ ശ്രീധരനെ ചുമതലപ്പെടുത്തി എന്ന് വേണമെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിനെ പറയാമായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞില്ല. ഇ ശ്രീധരൻ അവകാശപ്പെടുന്നതാണെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അംഗീകാരം തനിക്ക് കിട്ടിയിട്ടുണ്ട്. തന്റെ പദ്ധതിക്കാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച RRTS എന്ന് പറയുന്ന പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അംഗീകാരം കിട്ടില്ല, അത് പ്രായോഗികമല്ല എന്ന് ഇ ശ്രീധരൻ വാദിക്കുകയാണ്. ഏതായാലും തന്റെ പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഫീൽഡ് സ്റ്റഡിയാണ് താൻ നടത്തുന്നത്. അതിനുവേണ്ടി താൻ DPR തയ്യാറാക്കും എന്നൊക്കെ ഇ ശ്രീധരൻ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഏതായാലും ആ വിഷയത്തിൽ ഒരുപക്ഷെ ഈ വിഷയങ്ങളൊക്കെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അറിയാമായിരിക്കും. പക്ഷേ അദ്ദേഹം അത് തുറന്നു പറയാൻ തയ്യാറല്ല. ഇ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ എന്ന് മാത്രം പറയുന്നു. പക്ഷേ കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഔദ്യോഗികമായി ഇന്ത്യൻ റെയിൽവേ ഇ ശ്രീധരന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനുമതി നൽകിയിട്ടില്ല, ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. ഇപ്പോൾ നടക്കുന്നതെല്ലാം ഒരു ഔദ്യോഗിക അംഗീകാരമില്ലാത്ത നീക്കങ്ങളാണ്. ഏതായാലും ഈ ശ്രീധരനുമായി ബന്ധപ്പെട്ട ഇത്തരം നീക്കങ്ങളോട് ഔദ്യോഗികമായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഒന്നും പറയാനില്ല.